ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഹൗ ടു ഫിൽ ആൻ എംപ്റ്റി ഡയറി. ഇത് കുറച്ച് കാലം എന്നോട് ചോദിക്കുന്നത്, പക്ഷെ ഒരു പേജ് ചെയ്തിട്ട് ഷോർട്ട് ഇടുമ്പോൾ അത് ഫില്ലാവില്ലല്ലോ, ഫില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ആയിട്ട് ഇടുന്നതുകൊണ്ടാണ് ലേറ്റ് ആയത്. എന്നാൽ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് വീഡിയോ തന്നെ പോകാം. ആദ്യത്തെ പേജ് ഞാൻ ചെയ്തത് ദിസ് മന്ത് ഐ വാണ്ട് ടു, ഏതായാലും മെയ് തുടങ്ങിയതില്ല, അപ്പോൾ ആ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ദിസ് മന്ത് ഐ വാണ്ട് ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി കുറച്ച് ഡെക്കറേഷൻ കൂടെ ആ പേജ് റെഡി. പിന്നെ അടുത്ത പേജ് ഞാൻ വേറെ എന്തോ ആണ് ആദ്യം വിചാരിച്ചത്, പിന്നെ അത് എഴുതിയാലും തെറ്റിപ്പോയി. എനിക്ക് പൊതുവേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എഴുതാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എഴുതുന്ന സമയത്ത് പോസ് ചെയ്തിട്ടേ എഴുതലില്ല. ഏതായാലും തെറ്റിയതല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒരു എൻവലപ്പ് ആക്കിയിട്ട് അതിന് മേലെ ഒട്ടിച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ വിചാരിച്ച സാധനം എഴുതാം. അപ്പോൾ എൻവലപ്പ് ആക്കിയാൽ അത് നമ്മുടെ ബുക്കിൽ ഒട്ടിക്കാം. പിന്നെ ഞാൻ ഇതിനുള്ളിൽ എഴുതാൻ വിചാരിച്ചത് മൈ റുട്ടീനാണ്. അപ്പം മൈ റുട്ടീന് ഞാൻ ഹെഡ്ലൈൻ താഴെയാണ് കൊടുത്തത്. താഴെ കൊടുത്തിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതിയിട്ട് അത് എൻവലപ്പിനുള്ളിലേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് വെള്ളം കുടിക്കണം, പഠിക്കണം മീൻസ് ബുക്കൊക്കെ വായിക്കും, പിന്നെ പ്രേ ചെയ്യണം, പിന്നെ അപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ റൂട്ടീനായിട്ടും ചെയ്യാട്ടും. പിന്നെ അത് എടുത്തിട്ട് മടക്കിയിട്ട് നമ്മുടെ എൻവലപ്പിലേക്ക് ഇടാം. സോ നെക്സ്റ്റ് പേജ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കലണ്ടറാണ്. കലണ്ടർ എന്ന് വെച്ചാൽ ഒരു മെയ് മാസത്തിൻ്റെ കലണ്ടർ. അപ്പം അത് വരച്ചിട്ട് നമ്മുടെ അതിന് കുറച്ച് ഡെക്കറേഷനും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ അയക്കണം. നമ്മൾ ആ പേജ് റെഡിയായി. പിന്നെ അടുത്തേക്ക് പോകാം. പിന്നെ അടുത്തത് വല്ല കാര്യമൊന്നുമില്ല, ബെസ്റ്റ് പാർട്ട് ഓഫ് ദീസ് ഡേയ്സ്. അപ്പോൾ അടുത്തത് നമ്മുടെ സെൽഫ് കെയർ ആണ്. അതായത് ക്ലീൻ യുവർ റൂംസ്, ഫേസ് മാസ്ക്, പ്രേ ടു ഗോഡ്, അങ്ങനെ. പിന്നെ അടുത്തത് നമ്മുടെ വിഷ് ലിസ്റ്റ് ആണ്. അതായത് ഫുട്ബോൾ ടോപ്പ്, ഡെനിം സ്കേർട്ട്, ക്രോക്സിൻ്റെ എവറി കളർ, ന്യൂ മേക്കപ്പ് ബ്രഷസ്, ഇതും അങ്ങനെ. ഇതിനങ്ങനെ കാര്യമായിട്ട് ഡെക്കറേഷനൊന്നും ഇല്ല, ജസ്റ്റ് കളറേ വേണ്ടു. പിന്നെ അടുത്തത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റാണ്. അതായത് ഈ മെയ് മന്തിൻ്റെ ബക്കറ്റ് ലിസ്റ്റ്. സോ നെക്സ്റ്റ് ഈസ് ബെസ്റ്റ് മൂമെൻറ്റ് ഇൻ ദിസ് മന്ത്. അതായത് നിങ്ങൾ ആ ഹെഡ്ലൈൻ ആദ്യം കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഹാർട്ട്സ് വരച്ചിട്ട് അതിനുള്ളിൽ പോയിൻറ്റ്സ് ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ മന്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂമെൻ്റൊക്കെ അതിലെഴുതാം. പിന്നെ ഞാൻ പറയണമെന്ന് വെച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ആർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. അത് ചെയ്യേണ്ട ചെറിയ ക്യാൻവസ് ഇവിടെ കിട്ടുന്നുണ്ടായിട്ടില്ല. ഞാൻ കിട്ടുമ്പം അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ അടുത്തത് ക്ലീനിങ് മൈ ഹെഡ് ആണ്. അതായത് നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം വെച്ച് നമുക്ക് ഈ പേജ് തീർക്കാം. ആദ്യം കുറച്ച് വരച്ചു കൂട്ടാം, പിന്നെ അതിന് കുറച്ച് ലൈൻസൊക്കെ ഇട്ട് ജേർണൽ, ഷോപ്പിംഗ്, ഡ്രൈവ്, ഹെൽപ്ഫുൾ, മൈൻഡ് സെറ്റ്, എക്സസൈസ്, റൂട്ടീൻ, യോഗ, സ്കിപ്പ്, അങ്ങനെ ഇഷ്ടമുള്ള എഴുതി കൊടുത്തു. പിന്നെ അടുത്തത് ഇതിനെ പോലെ തന്നെ വേറെ ഇത് തിങ്സ് ദാറ്റ് ഐ ലവ്, അങ്ങനെ ഒരു ഹാർട്ട് എഴുതിയിട്ട് അതിൻ്റെ മേലെ അങ്ങനെ തിങ്സ് ദാറ്റ് ഐ ലവ് എന്ന് എഴുതാം. പിന്നെ അതേപോലെ ടേക്കിംഗ് വീഡിയോ, ക്രാഫ്റ്റ്, ഷോപ്പിംഗ്, ഫുഡ്, മ്യൂസിക്, ഡാൻസ്, പിങ്ക് റോസ്, ഇങ്ങനെ തന്നെ നിങ്ങൾക്കറിയാലോ തിങ്സ് ദാറ്റ് ഐ ലവ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തത്, 10 പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്ക് ബോറടിക്കുമ്പോൾ മൂഡ് വരുന്നതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടി കുത്തിയിരുന്ന് നമ്മൾ എടുത്തുകൊണ്ട് എൻ്റെ ശ്വാസം കൂടി പോകാനായതും. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കൊന്നും തരില്ല എന്ന് പറയുമ്പോൾ അതൊരു ഇതാണല്ലോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം.